നമ്മുടെ കിഡ്നി തകരാറിലായോ എന്ന് അറിയാനായിട്ടുള്ള കുറച്ച് ഏർലി സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് അറിയോ? ഈ കിഡ്നി ഒരു പാവാണ്. ഈ കിഡ്നി അങ്ങനെ ഭയങ്കര ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം നമുക്ക് ചിലപ്പോൾ ഒരു കിഡ്നി ഫെയിലിയറിലേക്ക് ആയി, അതായത് ഒരു ക്രിയാറ്റിൻ ഒരു 5, 10 ഒക്കെ എത്തിയിട്ട് യാതൊരു ലക്ഷണങ്ങളും ഇല്ലാതെ ചിലപ്പോൾ ഒരു വിസ മെഡിക്കലിന് വേണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിച്ച് വരുന്ന ആൾക്കാരൊക്കെ കൂടുതലാണ്. അപ്പം ഇതിന്റെയൊക്കെ ഒരു പ്രശ്നം ഇതാണ്. ചിലപ്പം കിഡ്നി രോഗങ്ങൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ വളരെ നിസ്സാരമായിട്ടുള്ള ചിലപ്പോൾ മൂത്രത്തിൽ ചെറിയൊരു പത അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അതുപോലും ഉണ്ടാവില്ല. ചിലപ്പോൾ BP വരുന്ന ചെറിയൊരു വേരിയേഷൻ, അത് ആ BP അല്ലേ, മരുന്ന് കഴിക്കാം എന്നൊരു രീതിയിൽ അങ്ങനെ പോവാതെ, അതിന്റെ പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞ ആൾക്കാർ BP ഒക്കെ കൂടുതൽ കാണിക്കുമ്പോൾ നിർബന്ധമായിട്ടും കിഡ്നിയുടെ ചെക്കപ്പും യൂറിന്റെ ടെസ്റ്റും ഒക്കെ ചെയ്തിട്ടുണ്ടാകും. കാരണം അങ്ങനെ ചിലപ്പോൾ അതൊരു ഏർലി സൈൻ ആയിരിക്കാം. അപ്പൊ നേരത്തെ ഇവരെ BP ഒക്കെ കൺട്രോൾ ചെയ്ത് പോയാൽ ഒരു പരിധി വരെ അതിന്റെ പ്രോഗ്രഷൻ കാര്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ പ്രമേഹ രോഗികൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മൂത്രത്തിന്റെ പതയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഫ്രോളജിസ്റ്റിനെ കാണിക്കുക, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെ കാണിക്കുക, എന്നിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് എടുക്കുക. അതുപോലെ പത വരണം എന്ന് പോലും ഇല്ല. പ്രമേഹ രോഗികൾ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും, ഒരു മിനിമം വർഷത്തിൽ ഒരിക്കലെങ്കിലും മൂത്രത്തിലെ പ്രോട്ടീൻ നീക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പം ഈ വലിയ വലിയ നീര്, അതുപോലെ ശ്വാസം മുട്ടല്, നമ്മൾ സ്ഥിരം കേൾക്കുന്ന കിഡ്നി രോഗങ്ങളെ ബുദ്ധിമുട്ടൊക്കെ ചിലപ്പം കാണണമെന്നില്ല. അത് വളരെ സൈലന്റ് ആയിട്ടുള്ള മിനിമൽ സിംറ്റംസ് ഉണ്ടാവും. അപ്പൊ അത് മിസ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് ചെക്കപ്പുകൾ ചെയ്താൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ.